പലർക്കും റഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് മനസ്സിലേക്ക് വളരെ തണുപ്പുള്ള രാജ്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് ചിന്താഗതികളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ റഷ്യയിലുള്ള അതിമനോഹരമായിട്ടുള്ള നമ്മുടെ കേരള ഗ്രാമപ്രദേശങ്ങളെ പോലുള്ള അതിമനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഗ്രാമവാസികളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഏകദേശം നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ വീടുകളൊക്കെ വെച്ച്, അതുപോലെ തന്നെ പർവ്വതങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് കടലുകളും, അതുപോലെ തന്നെ ഫോറസ്റ്റും, അതുപോലെ തന്നെ അതായത് അങ്ങനെയുള്ള ഒരുപാട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അതിമനോഹരമായ കാഴ്ച, അതായത് റഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോകം ഒരു മിനി വേൾഡാണ് റഷ്യ. അതായത് ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കേരളത്തിലുള്ളതുപോലെ തന്നെ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളം എന്ന് തന്നെ തോന്നിപ്പോകും. അത്രയും മനോഹരമായിട്ട് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് മലകളും അതുപോലെ തന്നെ കടലുകളും ഒക്കെ ഉള്ള ഒരു മനോഹരമായ സ്ഥലമാണ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസിൻ്റെ ഇടയിൽ ഇത്രയധികം എത്രയധികം അസൂയ ഉണ്ടാവാൻ, റഷ്യൻ്റെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും അവർക്ക് യൂറോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ ചെറിയ ഒരു സ്ഥലങ്ങൾ മാത്രമാണ്, വളരെ ചെറിയ സ്ഥലം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാജ്യം കൂടിയാണ് റഷ്യ. റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് പല വീഡിയോസിലും, നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഒരു പ്രാവശ്യം റഷ്യ സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യയെക്കുറിച്ച് ഒരുപാട് അറിവുകളും നോളജുകളും ഈ പെൻഷനൊക്കെ വാങ്ങിക്കുന്ന ആളുകളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 50 വയസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള ആളുകളൊക്കെ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളാണ് റഷ്യ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ. ഒരുപാട് നല്ല കാഴ്ചകൾ നിറഞ്ഞിട്ടുള്ള റഷ്യയുടെ ഒരു ഭാഗത്ത് തണുത്ത് ഉറച്ച ഐസായിരുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് രാത്രിയാണ്, രാവിലെ ഇല്ലാത്ത ഒരു പ്രതിഭാസം. അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ റഷ്യയെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം, എന്താണ് റഷ്യ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരിൽ പലർക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പല്ല, കൊടും തണുപ്പല്ല, ആ കൊടും തണുപ്പിനെ അങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പോലുള്ള ഒരു തണുപ്പല്ല റഷ്യയിലുള്ള തണുപ്പ്. അത് നമ്മൾ അത്യാവശ്യം ഒരു ജാക്കറ്റൊക്കെ ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വൈബാണ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ പല സെലിബ്രേഷൻ, ഒരുപാട് ആഘോഷങ്ങൾ റഷ്യയിൽ ഇവർ ആഘോഷിക്കുന്നതായിട്ടുണ്ട്. പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് റഷ്യയിൽ. ഒരുപാട് ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് റഷ്യക്കാർ. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. 6 മാസം ജോലി ചെയ്യും, ബാക്കിയുള്ള ദിവസങ്ങളിൽ അടിച്ചു പൊളിച്ച് എൻ്റർടൈൻമെൻ്റായി ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം റഷ്യക്കാർ. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളെ കേരളത്തിലുള്ള ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും. ഫ്യൂച്ചറിലേക്കുള്ള പൈസ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഒരുപാട് അധ്വാനിച്ചിട്ട് അത് നമ്മളൊരു വലിയ വീട് വെച്ചിട്ട് ആ വീട് പിന്നെ അത് വിൽക്കാനുള്ള കുറേ കാലം കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ പല ആ വെച്ച വീട് തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെച്ച വീടിന് പോലും ആ ഒരു പൈസ പോലും കിട്ടാതെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് വിൽക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും വരാറുണ്ട് ഇങ്ങനെ വീടൊക്കെ വെച്ചിട്ട്. പക്ഷെ റഷ്യക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു മെന്റാലിറ്റിയും ഇതൊക്കെ അങ്ങനെയല്ല. അവർ കൂടുതലും ഒരു ചെറിയ അപ്പാർട്ട്മെന്റുകൾ, വളരെ പരിമിതമായിട്ടുള്ള ചെറിയ അപ്പാർട്ട്മെന്റുകളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം റഷ്യക്കാർ. അതിൽ നിന്നും പക്ഷെ അവർ വളരെ പൂറായിട്ടുള്ള ആളെന്നും നമുക്ക് വളരെ പാവപ്പെട്ട ആളുകളാണെന്നും ഒരിക്കലും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ കയ്യിൽ അത്യാവശ്യം എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ കൂടുതലും മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുക, ആഘോഷിക്കുക, ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കൾച്ചറും മെന്റാലിറ്റിയൊക്കെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ് ഫോറിനേഴ്സിൽ കൂടുതലും ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. കാരണം വെച്ചാൽ ഒരുപാട് വർഷങ്ങളോളം റഷ്യയിൽ താമസിച്ച ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൈൻഡൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവും. പുതിയൊരു മൈൻഡ് സെറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് റഷ്യ എന്ന രാജ്യത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചകളാണ് റഷ്യ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ റഷ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ
ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും റഷ്യ എന്ന രാജ്യം സന്ദർശിച്ചിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിമനോഹരമായിട്ടുള്ള, ഞാൻ റഷ്യയെ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല, അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ റഷ്യയിൽ നിങ്ങൾക്ക് കാണാനുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളോടും റെസ്പെക്റ്റ് ചെയ്യുക. ഇവിടുത്തെ ജനങ്ങളോട് നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലുള്ള ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പണി പാളും. പിന്നെ നിങ്ങൾക്ക് അതൊക്കെ അതിൽ നിന്ന് തിരിച്ചു കയറി വരാമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഗുണ്ടായിസം അതുപോലെ തന്നെ അങ്ങനെയൊന്നും റഷ്യയിൽ നടക്കത്തില്ല. ഇവിടുത്തെ ഗുണ്ടായിസം കളിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവിതത്തിൽ ആ കാലം അവൻ നാട് കാണത്തില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും അവന് പിന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ ഗുണ്ടായിസോ അതൊന്നുമില്ല. ഇവിടുത്തെ കോടതി നിയമങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. നിയമങ്ങളൊക്കെ വളരെ വളരെ സ്ട്രോങ് ആണ്. ഇപ്പോഴും പല ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള പലരും ഇപ്പോഴും റഷ്യൻ ജയിലിലാണ്. പല ഗവൺമെന്റ് ഇടപെട്ടിട്ട് പോലും നയതന്ത്ര ബന്ധം, റഷ്യ ഇന്ത്യൻ നയതന്ത്ര ബന്ധം ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചക്കും ഇവരൊന്നും തയ്യാറാവത്തില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ വരിക, എൻജോയ് ചെയ്യുക, ജോലി ചെയ്യുക, പണിക്ക് പോവുക, പിന്നെ നിങ്ങളെ കാര്യങ്ങൾ നോക്കുക. കൂടുതൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയി ചാടാതിരിക്കുക. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി കൊണ്ട് പറയാനുണ്ട്. റഷ്യയിൽ വരുന്നവരോട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടി വരിക. അത്യാവശ്യം നല്ല ഹാർഡ് വർക്കായിരിക്കും ജോലി. ഇവിടുത്തെ റഷ്യക്കാർ പോലും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ ഇന്ത്യയിലെ പോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. ജോലി ചെയ്യാൻ അത്രയും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് മാത്രം വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ വന്നിട്ട് ആ പൈസ കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ജോലിക്ക് പോകാതിരിക്കുക. നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം പോലെയല്ല. ഇവിടെ ജോലി ചെയ്യാനായിട്ട് വരിക, ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ. പിന്നെ എല്ലാ വിസക്കും ലിമിറ്റേഷൻ ഉണ്ടാവും. അല്ലാതെ നിങ്ങളില്ലെങ്കിൽ ഇവിടുത്തെ റഷ്യൻ പൗരനായെങ്കിൽ മാത്രമേ ലൈഫ് ടൈം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ചില മണ്ടന്മാർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിച്ച് നിങ്ങൾ ഇതിൽ പോയി അതിലൊന്നും പെടാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ ബൈ.